മറ്റൊരു വാർത്തയിലേക്ക്. കാസർഗോഡ് പാണലത്ത് ആസിഡ് കുടിച്ച യുവതി ജീവനൊടുക്കിയിരിക്കുകയാണ്. ചർക്കലടുക്ക സ്വദേശി ഫാത്തിമത്ത് സുഫൈദയാണ് മരിച്ചത്. ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ചാണ് യുവതി ആസിഡ് കുടിച്ചത്. ഭർത്തൃ വീട്ടുകാരുടെ പീഡനത്തെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. ഭർത്താവ് ആദിൽ നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ്. രതീഷ് വാസുദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രതീഷ്, എന്താണ് സംഭവം? കുടുംബത്തിൽ യുവതിയുടെ കുടുംബം വലിയ ആരോപണങ്ങളാണല്ലോ നിലവിൽ ഉന്നയിക്കുന്നത്. അതിലെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? വിശദാംശങ്ങൾ. ശ്യാമലി, ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിൽ ദാരുണമായ സംഭവം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഭർത്തൃ വീട്ടുകാരുടെ മുമ്പിൽ വെച്ചാണ് ഈ യുവതി ആസിഡ് കുടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഉടൻ തന്നെ ഈ കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ ആശുപത്രിക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നേരത്തെ തന്നെ ഈ യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. സ്ത്രീധന പീഡനം വലിയ തരത്തിലുണ്ട്. കൂടുതൽ സ്വർണം വേണമെന്ന് ആവശ്യപ്പെട്ട് പീഡനം നടത്തുന്ന അല്ലെങ്കിൽ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നൊക്കെയാണ് ബന്ധുക്കൾ ഇപ്പോൾ പരാതി നൽകുന്നത്. എന്തായാലും പോലീസ് ഈ സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഭർത്താവായ ആദിൽ പോലീസ് കസ്റ്റഡിയിലാണ്. വിദ്യാനഗർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുകയാണ്. മറ്റ് നടപടികളും പോലീസ് സമാന്തരമായി നടത്തുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മറ്റ് നിയമ നടപടികൾ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീധന പീഡന അല്ലെങ്കിൽ സ്ത്രീധന ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പീഡനം തുടങ്ങിയ സംബന്ധിച്ചുള്ള വിശദമായ അന്വേഷണം നടത്തുമെന്നുമാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി നമ്മൾ അറിയിക്കുന്നത്. ശ്യാമിലി. ശരി രതീഷ്.